ന്യൂ ഇയർ ആയിട്ട് കുറച്ച് കേരമീനാണ് വാങ്ങിക്കൊണ്ട് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് പണിയേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചെടുത്തൊന്ന് പറ്റിച്ചിടുന്നതിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ട് ഇച്ചിരി വെള്ളത്തിൽ പറ്റിച്ചിടും. ആവശ്യത്തിന് പുളിയും കൂടി ഇട്ടിട്ട് പറ്റിച്ചിടും. എന്നിട്ട് നാളെ തേങ്ങ അരച്ചിട്ട് പുള്ളിയും വേപ്പിലയും താളിച്ചിട്ടാൽ മതിയേ. 2 കിലോത്തോളം കേര ഉണ്ടായി. അപ്പോൾ കുറച്ച് അങ്ങനെയും വെച്ച് കുറച്ച് മുളകി പറ്റിക്കാനാണ്. ഇത് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇതാണ്. ഇതിനാവശ്യമായിട്ടുള്ള മുളകും മഞ്ഞൾപ്പൊടിയും കൂടി ഇങ്ങനെ ഇച്ചിരി വെള്ളത്തിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് വെക്കും. എന്നിട്ട് ഉള്ളിയൊക്കെ വാട്ടിയിട്ട് ആ അരപ്പ് അതിനകത്തോട്ടിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും പുളിയൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കും. തിളച്ച് വരുമ്പോഴാണ് ഈ മീനിട്ട് പറ്റിച്ചെടുക്കുന്നത്. സിമ്മിലിട്ട് പിന്നെ നല്ലോണം പറ്റിച്ച് കുറുക്കി അങ്ങനെ എടുക്കും. നല്ല എരിവും പുളിയൊക്കെ പിടിക്കാനാണ് ഇത്തിരിയേറെ സിമ്മിലിടുന്നത്. കപ്പടയൊക്കെ ഒപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഞാൻ കുറച്ച് വറുക്കാൻ വരട്ടിച്ചിട്ടുണ്ടായിരുന്നു. അത് വറുക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് കുറച്ച് ക്യാബേജും ക്യാരറ്റും കൂടി വളർത്തിയതുണ്ട്. അപ്പോൾ എന്നാൽ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഉച്ചക്കലത്തെ ഊണ് വിളമ്പിയാലോ.